ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും സ്വാഗതം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഐ വാച്ച് ടെലിവിഷൻ ഡാഷ് ഐ ഹാവ് നത്തിങ് ടു ഡു. ഓപ്ഷൻസ് വെൻ, വെയർ, ദെൻ, നൗ. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ് ഞാൻ ടെലിവിഷൻ കാണുന്നത്. അപ്പോൾ എന്നർത്ഥം വരുന്ന വാക്കാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ അപ്പോൾ എന്ന അർത്ഥം വരുന്ന വാക്ക് വെൻ ആണ്. സോ ദ ആൻസർ ഈസ് വെൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വുഡ് ഹറി അപ്പ് ഇഫ് ഐ ഡാഷ് യു. ഓപ്ഷൻസ് വെയർ, വാസ്, ഈസ്, ആം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇഫ് ക്ലോസ് സെക്കൻഡ് കണ്ടീഷനാണ്. സെക്കൻഡ് കണ്ടീഷൻ സൂചിപ്പിക്കുന്നത് ഒരു അൺറിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഒരു അൺറിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ സൂചിപ്പിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നത് വെയർ ആണ്. WERE, വെയർ. സോ ദ ആൻസർ ഈസ് വെയർ. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വൺ വേർഡ് ഫോർ എ കളക്ഷൻ ഓഫ് ഷിപ്സ്. ഒരു കൂട്ടം കപ്പലുകൾക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് പാക്ക്, ബി ക്ലസ്റ്റർ, സി ഫ്ലീറ്റ്, ഡി ഗ്രൂപ്പ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഫ്ലീറ്റ്, FLEET, ഫ്ലീറ്റ്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ഒരു കൂട്ടം കപ്പലുകൾക്ക് പറയുന്നത് എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നാണ്. പാക്ക് ഈസ് ദ കളക്ഷൻ ഓഫ് ഡോഗ്സ് ആൻഡ് ക്ലസ്റ്റർ ഈസ് ദ കളക്ഷൻ ഓഫ് പീപ്പിൾ ഓർ തിങ്സ് ഓഫ് സെയിം കൈൻഡ് ആൻഡ് ഗ്രൂപ്പ് ഈസ് പീപ്പിൾ ഓർ തിങ് ടുഗെദർ. Okay, next question. Our college is within a stone's throw from here. What does the underlined part mean? Option A, very far off. Option B, at a very short distance. C, 2.5 miles away. None of the above. Within a stone's throw എന്നതൊരു ശൈലിയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരത്തിൽ എന്നാണ്. Yes, now we have the answer. Option B, at a very short distance. So the idiom within a stone's throw means at a very short distance. Yes, here comes the next question. Question number 5. I feel dash about what happened. I feel dash about what happened. Options. Option A, worse. Option B, bad. Option C, worst. Option D, none of the above. The right answer is option B, bad. BAD, bad. I feel bad about what happened. Worse and worst are the comparative and superlative degree of bad, and none of the above cannot be the answer. Next question is pedestrian is dash. What do you mean by pedestrian? Option A, one who makes speeches. Option B, one who is devoted to a party. Option C, one who walks along the street. Option D, one who loves mankind. പെഡസ്ട്രിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാൽനട യാത്രികൻ എന്നാണ്. കാൽനട യാത്രികൻ. പെഡസ്ട്രിയൻ മീൻസ് കാൽനട യാത്രികൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, വൺ ഹു വാക്സ് അലോങ് ദ സ്ട്രീറ്റ്. പെഡസ്ട്രിയൻ ഈസ് എ പേഴ്സൺ ഹു വാക്സ് അലോങ് ദ സ്ട്രീറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹോർട്ടികൾച്ചറിസ്റ്റ് ഈസ് ദ വൺ ഹു ഡാഷ്. ഹോർട്ടികൾച്ചറിസ്റ്റ് ഈസ് ദ വൺ ഹു ഡാഷ്. ഓപ്ഷൻ എ, പ്രിറ്റൻസ് ടു ബി ഗുഡ്. Option B, who is very cultured. Option C, who grows flowers and fruits. Option D, none of the above. Horticulture എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. Horticulture means related to garden. So here our answer is option C, the one who grows flowers and fruits. Horticulturist means the one who grows flowers and fruits. All right, our next question is he has burned his fingers by attacking a constable. He has burned his fingers by attacking a constable. The underlined part, that is burned his fingers, means option A, had a burn injury. Option B, got himself into trouble. Option C, had a bone fracture. Option D, none of the above. Burned his fingers is an idiom. അപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ അറ്റാക്ക് ചെയ്താൽ, ആക്രമിച്ചാൽ അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്കറിയാം. കൈ പൊള്ളുകയല്ല, മറിച്ച് ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ പിടിച്ചകത്തിടും. ഹിയർ കംസ് അവർ ആൻസർ. ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് മീൻസ് ഗോട്ട് ഹിംസെൽഫ് ഇൻ ടു ട്രബിൾ. ഓപ്ഷൻ ബി, ഗോട്ട് ഹിംസെൽഫ് ഇൻ ടു ട്രബിൾ ഈസ് എ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9.
You are placed under suspension until dash orders. Option A farther, option B future, option C further and option D next. ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ നിങ്ങൾ സസ്പെൻഷനിലായിരിക്കും എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ മലയാള അർത്ഥം. Here the right answer is further. F-U-R-T-H-E-R. You are placed under suspension until further orders. Option C further is the right answer. Question number 10. Dash he had many misfortunes. She is always cheerful. Dash she had many misfortunes. She is always cheerful. Option A if. Option B in spite of. Option C although. Option D always. Here in the question we have two sentences. She had many misfortunes and she is always cheerful. And these two sentences are in contradictory. രണ്ട് പരസ്പര വിരുദ്ധമായ സെൻറ്റൻസുകളെ യോജിപ്പിക്കാൻ even though, although, even if. So here comes the right answer, although. Option C, although. Although she had many misfortunes, she is always cheerful. Next question. Things haven't changed dash over the past few years. Things haven't changed dash over the past few years. Option A much, option B more, option C many and option D few. So the answer is very clear, much. Much is the answer. Option A much is the answer. Things haven't changed much over the past few years. Question number 12. We resumed the game dash it stopped raining. We resumed the game dash it stopped raining. Option A while, option B where, option C as soon as, option D immediately. മഴ തോർന്ന ഉടൻ തന്നെ നമ്മൾ കളി തുടർന്നു എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. വൈൽ എന്നാൽ അതേസമയം എന്നും, വെയർ എവിടെ എന്നും, ആസ് സൂൺ ആസ് ഉടൻ തന്നെ എന്നും, ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് എന്നുമാണ് അർത്ഥം. യെസ്, ഹിയർ വി ഹാവ് ദ റൈറ്റ് ആൻസർ, ആസ് സൂൺ ആസ്. ഓപ്ഷൻ സി ആസ് സൂൺ ആസ്. വി റെസ്യൂം ദ ഗെയിം ആസ് സൂൺ ആസ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. മഴ തോർന്ന ഉടൻ തന്നെ നമ്മൾ കളി തുടർന്നു. നമ്പർ 13. A man whose wife is dead is called dash. A man whose wife is dead is called dash. Option A widower, option B bachelor, option C widow, option D celibate. വിഡോവർ എന്നാൽ വിഭാര്യൻ എന്നും, ബാച്ചിലർ എന്നാൽ കല്യാണം കഴിക്കാത്ത ആളെന്നും, വിഡോ എന്നാൽ വിധവ എന്നും, സെലിബേറ്റ് എന്നാൽ ബ്രഹ്മചാരി എന്നുമാണ് അർത്ഥം. യെസ്, നൗ വി ഗോട്ട് ദ ആൻസർ widower. ഓപ്ഷൻ എ widower. A man whose wife is dead is called a widower. Our next question is, bibliophile means dash. Bibliophile means dash. Option A one who loves Bible. Option B one who loves books. Option C a person of strong opinion. Option D one can be believed. ബിബ്ലിയോഗ്രഫി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബിബ്ലിയോഗ്രഫി മീൻസ് റിലേറ്റഡ് ടു ബുക്സ്. പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ബിബ്ലിയോഗ്രഫി. സോ ബിബ്ലിയോഫൈൽ മീൻസ് ദ വൺ ഹൂ ലവ്സ് ബുക്സ്. സോ ഓപ്ഷൻ ബി ദ വൺ ഹൂ ലവ്സ് ബുക്സ് ഈസ് കോൾഡ് ബിബ്ലിയോഫൈൽ. Question number 15. He has been working here dash 1990. He has been working here dash 1990. Option A from, option B since, option C till, option D before. അപ്പോൾ നമ്മൾക്കറിയാം, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ടൈമിന് മുന്നിലായി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് സിൻസ് ആൻഡ് ഫോർ. സിൻസ് ഉപയോഗിച്ച് പോയിന്റ് ഓഫ് ടൈമും ഫോർ ഉപയോഗിച്ച് പീരീഡ് ഓഫ് ടൈമുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഹിയർ 1990 എന്നത് ശരിക്കും ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി സിൻസ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 1990. ഓപ്ഷൻ ബി സിൻസ് ഈസ് ദ റൈറ്റ് ആൻസർ. Our next question is, if you had telephoned, I dash to your house. If you had telephoned, I dash to your house. Option A would have come. Option B would come. Option C shall come. Option D will come. നമ്മൾക്കറിയാം ഇത് ഇഫ് ക്ലോസിൻ്റെ മൂന്നാമത്തെ കണ്ടീഷനാണ്.
ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഹാവ്, തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഇതാണ് തേർഡ് കണ്ടീഷനിലെ വ്യവസ്ഥ. യെസ്, വി ഹാവ് ഗോട്ട് ദ ആൻസർ നൗ. ഓപ്ഷൻ എ, വുഡ് ഹാവ് കം. So if you had telephoned, I would have come to your house. Option A, would have come, is the right answer. Now question number 17. Gracious means. The word gracious means. Option A, reasonable. Option B, strong and firm. Option C, famous. Option D, kind, polite and generous. Gracious എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾക്കറിയാം, ഉദാരമനസ്കനായ എന്നർത്ഥം. So the answer is option D, kind, polite and generous. Gracious means kind, polite and generous. Question number 18. This car dash to my brother. This car dash to my brother. Option A, belongs. Option B, is belonged. Option C, has belong. Option D, do not belong. ഈ സെൻറ്റൻസ് ഒരു പൊസഷനെ സൂചിപ്പിക്കുകയാണ്. പൊസഷനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ബിലോങ്സ്. സോ ദ സെൻറ്റൻസ് ഈസ് ലൈക്ക് ദിസ് കാർ ബിലോങ്സ് ടു മൈ ബ്രദർ. ഓപ്ഷൻ എ, ബിലോങ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. ദിസ് കാർ ബിലോങ്സ് ടു മൈ ബ്രദർ. ക്വസ്റ്റ്യൻ നമ്പർ 19. The sun dash when I got up. The sun dash when I got up. Option A, rose. Option B, had risen. Option C, is rising. Option D, would rise. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ രണ്ട് പാസ്റ്റ് ആക്ഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കും. സൂര്യൻ ഉദിച്ചതും ഞാൻ ഉണർന്നെഴുന്നേറ്റതും. Here in this sentence we can have two past actions. So when two past actions are mentioned, the action that completed earlier than the other should be written in past perfect tense and the second action should be written in simple past tense. ഇവിടെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുമ്പായി സംഭവിച്ചതാണ് സൂര്യൻ ഉദിച്ചത്. അപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കണം. ഹാഡും വെർബിൻ്റെ തേർഡ് ഫോമുമാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. സോ വി ഹാവ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓപ്ഷൻ ബി, ഹാഡ് റൈസൺ. The sun had risen when I got up. Our next question is, by this time tomorrow I dash the job. By this time tomorrow I dash the job. Option A, will finish. Option B, shall finish. Option C, will have finished. Option D, will be finishing. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബൈ കഴിഞ്ഞിട്ടൊരു ഫ്യൂച്ചർ ടൈം തന്നാൽ, ബൈ പ്ലസ് ഫ്യൂച്ചർ ടൈം വന്നാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്, ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. യെസ്, ഹിയർ വി ഹാവ് ദ ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വിൽ ഹാവ് ഫിനിഷ്ഡ്. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ ജോബ്. ക്വസ്റ്റ്യൻ നമ്പർ 21. It's difficult to dash a conversation with all this noise around us. It's difficult to dash a conversation with all this noise around us. Option A, carry on. Option B, carry out. Option C, carry off. And option D, carry away. So നമ്മൾക്കറിയാം carry on means continue. Carry out means complete. Carry off means win. Carry away means affected by something. Yes, we have found the right answer. Carry on, continue, carry on. Option A, carry on. So the answer comes like this. It's difficult to carry on a conversation with all this noise around us. Question number 22. This is the matter dash I am proud. This is the matter I am proud. Option A, which. Option B, that. Option C, whom. Option D, of which. The answer is very clear. Option D, of which. This is the matter of which I am proud. Option D, of which is the right answer. Question number 23. Find out the wrongly spelt word. തെറ്റായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ, ബുൾഡോസർ. ഓപ്ഷൻ സി, ബ്രോഷർ. ഓപ്ഷൻ സി, പ്രിവിലേജ്. ഓപ്ഷൻ ഡി, സെപ്പറേറ്റ്. യെസ്, ഇവിടെ നമ്മൾക്കറിയാം പ്രിവിലേജ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ്
റോങ് ആയി എഴുതിയിരിക്കുന്നത് PRIVILEGE. So that's the right answer. So here the wrongly spelled word is privilege. Option C, privilege. All right. Question number 24. The moon as well as the stars dash. The moon as well as the stars dash. Option A, give light at night. Option B, do give light at night. Option C, gave light at night. And option D, gives light at night. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സബ്ജക്റ്റുകളെ ആസ് വെൽ ആസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ the verb should agree with the first subject. When two subjects are connected with as well as, the verb should agree with the first subject. Here the first subject is the moon. The moon is a singular subject, so the verb should also be in singular form. Yes, now we have the answer, option D. Option D, gives light at night. The moon as well as the stars gives light at night. Now question number 25. Judicious. The word judicious means option A, wise. Option B, diplomatic. Option C, watchful. Option D, legal. Judicious അർത്ഥം ന്യായമായ എന്നാണ്, ന്യായമായ. So we have the answer wise. Option A, wise is the answer. Judicious means wise. Number 26. Hardly had he reached the station, dash the train arrived. Hardly had he reached the station, dash the train arrived. Option A, than. Option B, until. Option C, when. Option D, as. ഇവിടെ നമ്മൾക്ക് സംശയം ഉണ്ടാക്കുന്ന രണ്ട് കോറിലേറ്റീവ്സ് ആണ് നോ സൂണർ ദാൻ, ഹാർഡ്ലി ഓർ സ്കേഴ്സ്ലി വെൻ. നോ സൂണറിനോടൊപ്പം ദാനും ഹാർഡ്ലി ഓർ സ്കേഴ്സ്ലിയോടൊപ്പം വെന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. So we got the right answer, option C, when. Hardly had he reached the station when the train arrived. Option C, when is the right answer. Next question. I saw him in Madras 2 months dash. I saw him in Madras 2 months dash. Option A, before. Option B, since. Option C, ago. Option D, for. Here the answer is option C, ago. I saw him in Madras 2 months ago. Don't get confused with the before. We use before to show any point of time. For example, before 2020, before 1949, before 1947, etc. Now question number 28. The government aims dash rehabilitating the affected victims. The government aims dash rehabilitating the affected victims. Option A, 2. Option B, 4. Option C, about. Option D, at. Here we need to choose the right preposition. So the answer is at. Option D, at. We normally say aim at. Likewise, we say like throw at, point at, look at, etc. So at is the right answer. So option D, at is the right answer. Question number 29. 2 men and a woman were killed in a dash between a car and a jeep. 2 men and a woman were killed in a dash between a car and a jeep. Option A, strike. Option B, thrust. Option C, collision. Option D, collusion. ഇവിടെ കാറും ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ കൂട്ടിമുട്ടൽ എന്ന വാക്ക് കൊളിഷൻ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, collision. 2 men and a woman were killed in a collision between a car and a jeep. And here comes the last question. The opposite word of acquitted is dash. The opposite of the word acquitted is dash. Option A, entrusted. Option B, convicted. Option C, freed. Option C, burned. Acquitted എന്ന വേർഡിനർത്ഥം കുറ്റവിമുക്തനാക്കുക എന്നാണ്. Acquitted means കുറ്റവിമുക്തനാക്കി. And convicted means കുറ്റക്കാരനാക്കുക. Convicted means കുറ്റക്കാരനാക്കുക. So no doubt, option B, convicted is the right answer. The opposite of the word acquitted is convicted. Acquitted, opposite is convicted.
ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ദയവായി പ്രസ് ചെയ്യുക.